ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ഈ ടൂർ പോകുമ്പോഴൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി കൊണ്ടിടാറുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം റെയിൽവേ ചെയ്തു തരുന്നുണ്ട്. അത് റെയിൽവേ നേരിട്ടായിരിക്കില്ല, ഒരുപക്ഷെ കോൺട്രാക്ടർ വഴി ആയിരിക്കും ചെയ്യുന്നത്. അവർ കോൺട്രാക്ട് കൊടുക്കുന്ന സ്ഥലം അവിടെ നമ്മുടെ നിന്ന് പൈസ മേടിച്ചിട്ട് പേ ആൻഡ് പാർക്ക് പ്രകാരം കോൺട്രാക്ടർ നമ്മുടെ വണ്ടി അവിടെ സൂക്ഷിക്കും. ഈ സമയത്ത് ഈ വണ്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, കളവ് പോവുകയോ തീ പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വണ്ടി മുട്ടി പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് എല്ലാവരും ഒരു സംശയം ചോദിച്ചിരുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ഡയറക്റ്റ്ലി റെയിൽവേയുടെ അടുത്താണ്. കാരണം റെയിൽവേയുടെ സ്ഥലത്താണ് നമ്മളുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് പൈസ കൊടുത്തിട്ട്. അത് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്കാണെങ്കിലും കോൺട്രാക്ടറും നമ്മളും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റുമില്ല. ഇവർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് റെയിൽവേ ആണ്. അപ്പോൾ റെയിൽവേയും ഈ കോൺട്രാക്ടറും തമ്മിലാണ് ബന്ധം. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിൻ്റെ 100% ഉത്തരവാദിത്വവും റെയിൽവേക്കുള്ളതാണ്. റെയിൽവേ നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടതാണ്. ഈ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇവർ ആ സ്ഥലത്തിൽ അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് റെസീറ്റും തരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം കോൺട്രാക്ടർക്ക് അല്ല. കോൺട്രാക്ടർ അല്ല മീൻസ് നമുക്ക് നേരിട്ട് കോൺട്രാക്ടറല്ല, നമ്മൾ റെയിൽവേ അടുത്താണ്. റെയിൽവേയും അവരും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പാർക്ക് ചെയ്യുക. നമ്മൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ കളവ് പോവുകയോ കത്ത് പിടിക്കുകയോ എന്ത് ചെയ്താലും അതിൻ്റെ നഷ്ടപരിഹാരം നമ്മൾ നേരിട്ട് റെയിൽവേയോടാണ് ചോദിക്കേണ്ടത്. റെയിൽവേ നമുക്ക് നഷ്ടപരിഹാരം തരും. ഇൻ ടേൺ ഇത് അവർ കോൺട്രാക്ടറിൽ നിന്ന് വസൂലുള്ള സൗകര്യം അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം എന്താ വെച്ചാൽ ഇതെന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തന്നെ നമ്മൾ റെയിൽവേ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ബന്ധപ്പെടുക, അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുക. നമ്മുടെ വണ്ടിയുടെ നഷ്ടപരിഹാരം എന്താ വെച്ചാൽ അവരോട് മേടിക്കുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് കോൺട്രാക്ടറായിട്ട് ബന്ധമില്ല, കോൺട്രാക്ടറും റെയിൽവേ ആയിട്ട് ബന്ധം. അപ്പം നമുക്ക് നഷ്ടപരിഹാരത്തിന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും നഷ്ടപരിഹാരം ഉണ്ടായാൽ നിങ്ങൾ നേരിട്ട് ഈ റെയിൽവേനെ കോൺടാക്ട് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.